അമിതമായി പാരസെറ്റാമോൾ ഗുളികകൾ കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പഴയന്നൂർ നീലം പള്ളിയാലിൽ രാജൻ സുജാത ദമ്പതികളുടെ മകൾ അയന രാജനാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് സംഭവങ്ങളുടെ തുടക്കം. കഠിനമായ വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അയനയെ എളനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇവിടെ വെച്ച് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് താൻ അമിതമായി പാരസെറ്റാമോൾ ഗുളികകൾ കഴിച്ച വിവരം അയന ഡോക്ടർമാരോട് പറഞ്ഞത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് യുവതിയെ ആദ്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കരളിന്റെ പ്രവർത്തനം ഗുരുതരമായി ബാധിച്ചതോടെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്കും മാറ്റി. വിദഗ്ധ ചികിത്സ നൽകി വരികയായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെറിയൊരു അശ്രദ്ധയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വിഷമതകളോ എന്തു തന്നെയായാലും ഒരു ജീവിതമാണ് ഇവിടെ. അല്ല, ഇതിലെ എന്തെങ്കിലും സത്യാവസ്ഥ എന്താണ്? ശരിക്കും ഇതിലെന്താണ് സംഭവിച്ചത്? അത് നമ്മൾ അവിടെ പോയി കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് സത്യാവസ്ഥ അറിയാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ സയൻസ് പറയാം. അതായത് സയൻസ് പറഞ്ഞാലും മതി. അതേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഈ വാർത്ത ഇതൊരു വാർത്തയാണല്ലോ. അതിപ്പോൾ ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. ഇത് ഫെബ്രുവരി 24, 2026 വന്നതാണെന്നാണ് യൂട്യൂബിൽ കൊടുത്തിരിക്കണം. അല്ല, പാരസെറ്റമോൾ കഴിച്ചാൽ ആരും മരിക്കത്തില്ല. ഇത് പാരസെറ്റമോൾ അമിതമായിട്ടുള്ള അളവിൽ കഴിക്കണം. പാരസെറ്റമോൾ വളരെ സേഫായിട്ടല്ല ലോകമെമ്പാടും കൗണ്ടറിൽ കൂടെ കൊടുക്കുന്ന മരുന്നാണ്. അത് 4-5 ഗ്രാമൊക്കെ കഴിച്ചെന്ന് വെച്ചുകൊണ്ട് ഒന്നും പറ്റത്തില്ല. അപ്പം ഒരുപാട് പേര് ചുമ്മാ ആൾക്കാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി 10 ടാബ്ലറ്റ് 15 ടാബ്ലറ്റ് കഴിക്കും. അവർ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പിന്നെ 15 ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ആത്മഹത്യകളൊന്നും ആഗ്രഹമുള്ളൊരു 10-200 ടാബ്ലറ്റ് കഴിക്കണം. ഭയങ്കര ഈ വിൻഡോ ഓഫ് സേഫ്റ്റി വളരെ കൂടുതലാണ് പാരസെറ്റമോൾ. അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരിൽ ചിലർക്ക് ഇപ്പോൾ ചില ആൾക്കാർ അപൂർവമായിട്ടുള്ള ചില ആൾക്കാർക്ക് ഒരു അക്യൂട്ട് ഹെപ്പറ്റോസെല്ലുലാർ ഫെയില്യൂർ എന്നൊരു കണ്ടീഷനുണ്ട്. കരളിൻ്റെ കോശങ്ങളൊക്കെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടു പോകും. അവരാണ് മരിച്ചു പോകുന്നത്. അങ്ങനെയുള്ളവർ മരിച്ചു പോകും. പക്ഷെ അവർ മരിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. അല്ല, ആർക്കും ഒരാളിന് 150 ടാബ്ലറ്റ് കഴിക്കാൻ സാധാരണ രീതിയിൽ പറ്റത്തില്ല. നമ്മൾ ജീവിതകാലം മൊത്തത്തിലെടുത്ത് കഴിക്കുമായിരിക്കും. അല്ലാതെ ഒരു ദിവസം നമ്മൾ ഇഡലിയൊക്കെ വിളമ്പുന്ന മാതിരി 250 ടാബ്ലറ്റ് പാരസെറ്റമോൾ കഴിച്ച് ഒരു പഴവും കഴിച്ചിട്ട് പറ്റത്തില്ല. അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ കഴിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ ആത്മഹത്യ എന്നുള്ള ഒരു ഇത് കാണും. ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ. ഇപ്പോൾ ഇവിടെ ഈ വന്ന വാർത്ത ഈ വാർത്തയെ പറ്റി പറയട്ടെ. ഈ വാർത്ത ഏത് ചാനലിലാണ് വന്നത്? യൂട്യൂബ് ചാനലിൽ വന്നത്. വാർത്ത ഒരു ഔദ്യോഗിക സ്രോതസ്സിൽ നിന്ന് വന്നതല്ല. പാരസെറ്റമോൾ നമുക്കറിയാവുന്നിടത്തോളം ഏറ്റവും സേഫായിട്ടുള്ള ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ. ഒറ്റയടിക്ക് ഇവിടെ ഇത്രയും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചത് മനോരമയിലോ മാതൃഭൂമിയിലോ മറ്റെന്തെങ്കിലും രീതിയിൽ വന്നെന്നുള്ളതാണ്. ചോദ്യം ചോദിച്ച ആൾ ആ സ്രോതസ് ആദ്യമേ ഉദ്ധരിക്കേണ്ടതായിരുന്നു, ആദ്യമേ സൈറ്റ് ചെയ്യേണ്ടതായിരുന്നു. വളരെ മോശപ്പെട്ട ഒരു സ്രോതസ്, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ കെട്ടിച്ചമച്ച് വിടുന്ന ഒരു സ്രോതസ്സാണത്. അത് പോട്ടെ, അത് സാരമില്ല. പക്ഷേ എങ്കിൽ ഇതിനെക്കൊണ്ട് അഡീഷണലായിട്ട് പറയാനുള്ളത്, ഈ പാരസെറ്റമോൾ ഏറ്റവും സേഫായിട്ടുള്ള മരുന്നുകളിലൊന്നാണ്. പിന്നെ നമ്മൾ ഈ ടോക്സിസിറ്റി അല്ലെങ്കിൽ വിഷമെന്ന് പറയുന്നത് അത് ഡോസിനകത്താണ് ഇരിക്കുന്നത്. എന്ത് സാധനവും ഡോസ് കൂടിക്കഴിഞ്ഞാൽ വിഷമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ വാട്ടർ, വെള്ളത്തിന് പോലും. ഇനി അടുത്ത ചോദ്യം. ഇതിനകത്ത് ഞാനൊരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഇതിനകത്തൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പറയേണ്ടത്, പറഞ്ഞതുപോലെ തന്നെ പാരസെറ്റമോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പല ആവശ്യങ്ങൾക്ക്, പനിക്കായിരുന്നാലും ദേഹം വേദനയ്ക്കായാലും ഉപയോഗിക്കുന്നൊരു മരുന്നാണ്. അത് ഏറ്റവും സേഫായിട്ടുള്ളൊരു മരുന്നാണ്. അത് പറയുന്ന ഡോസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ വാർത്തയിൽ പറയുന്നത് പോലെ തന്നെ ഇത് 16 മുതൽ 20 ഗ്രാം വരെ അതിന് മുകളിലോ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ലിവറിന് ഡാമേജ് വരാം. ലിവറിന് ഡാമേജ് വന്ന് ആ ലിവർ ഒരു ചെറിയ പീരീഡിനുള്ളിൽ, ഒരു 3-4 ദിവസത്തിനുള്ളിൽ ലിവറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കാം. അതിൻ്റെ ഏറ്റവും അതിനൊരു
വിൻഡോ പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ആൻറ്റിഡോട്ട് പോലൊരു മരുന്നുണ്ട്. അത് കൊടുത്ത് ഒരുപക്ഷെ ഈ ഡാമേജിനെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും. അതല്ലെങ്കിൽ അതിന് ചികിത്സ ലിവർ മാറ്റിവെക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ മരണം സംഭവിക്കുക. അപ്പോൾ ആ വാർത്തയിൽ പറയുന്നത് തെറ്റോ ഒന്നും ആവണമെന്നില്ല. ഇത് നമ്മുടെ നാട്ടിൽ പാരസെറ്റമോൾ കൊണ്ടുണ്ടാവുന്ന സൂയിസൈഡൽ ഡ്രഗായിട്ട് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും പെട്ടെന്നുണ്ടാകുന്ന ലിവറിൻ്റെ ഫെയിലുവർ, ലിവറിൻ്റെ പ്രവർത്തനം പോകുന്നത് എൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സാധാരണമായി കാണുന്നൊരു കാരണമാണ് പാരസെറ്റമോൾ കൊണ്ടുണ്ടാകുന്ന ലിവറിൻ്റെ ഫെയിലുവർ. അപ്പം അതുകൊണ്ട് തന്നെ ആ വാർത്തയിൽ എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കാവുന്നൊരു കാര്യമാണ്. എന്നുവെച്ചാൽ അത് അത്രയ്ക്കും പെട്ടെന്നാണ് അതിൻ്റെ ലിവർ ഫെയിലുവർ ഉണ്ടാകുന്നത്. ലിവർ മാത്രമല്ല, അത് നമ്മുടെ വൃക്കകളെയും ബാധിക്കും. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ ബാക്കി അവയവങ്ങളെയൊക്കെ ബാധിക്കും. ആ സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സമയത്ത് ലിവർ മാറ്റിവെച്ചില്ലെങ്കിൽ മരണം സംഭവിക്കും. അത് സംഭവിക്കാവുന്നതാണ്. പാരസെറ്റമോളിനെതിരെ ഇതരവൈദ്യക്കാർ ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഇനി വീഡിയോ എല്ലാം ചെയ്യുമെന്നാണ് സംശയം. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പാരസെറ്റമോളിൻ്റെ ഈ മരണത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതരവൈദ്യക്കാർ ഇനി വല്ല വീഡിയോ എല്ലാം ചെയ്യുമെന്നാണ് സംശയം. അതിനെക്കുറിച്ച് മറ്റുള്ളവർ ചെയ്യും തീർച്ചയായിട്ടും. ഒരു ചെറിയൊരു വിഷയം എടുത്തിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക എന്നുള്ളത് അവർക്കൊക്കെ ചെയ്യാമല്ലോ, അതിന് കുഴപ്പമില്ല. അതുകൊണ്ട് സയൻസ് മാറത്തില്ലല്ലോ. മരുന്ന് സേഫാണ്. പാരസെറ്റമോൾ വൺ ഓഫ് ദി സേഫസ്റ്റ് മെഡിസിൻസ് ആണ് ലോകത്തിൽ. അതെ.